അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലവർഷം ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ അപകടങ്ങൾ മാടി വിളിക്കുകയാണ്. നാഷണൽ ഹൈവേകൾ പോലും പല സ്ഥലങ്ങളിലായി തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. റോഡുകളിലേക്കും വീടുകളിലേക്കും മരങ്ങൾ വീണും അതുപോലെ തന്നെ പലതരത്തിലുള്ള അപകടങ്ങൾ നമ്മെ തേടിയെത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ഒരു പരിരക്ഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാവൽ നൽകുമെന്ന് ഉറപ്പ് നൽകിയ, ഗ്യാരണ്ടി നൽകിയ ഒരു ഹദീസിനെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല. വേറൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ല. ആരെങ്കിലും ഒരാൾ സുബ്ഹ് നിസ്കാരം ജമാഅത്തിലായി നിസ്കരിക്കുകയാണെങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, ഐ ഫീ അഹ്ദില്ലാഹി ഫീ അമാനിഹി വളമാനിഹി. അവൻ അള്ളാഹുവിൻ്റെ കാവലിലും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലുമാണ്. അവനെ വേദനിപ്പിക്കുന്ന, അവനെ വിഷമിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ആ ദിവസം അവനിക്ക് ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സുബ്ഹി ജമാഅത്തിൻ്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് കാണാം, ഇശാ ജമാഅത്തിൻ്റെയും സുബ്ഹി ജമാഅത്തിൻ്റെയും മഹത്വം പറയുന്ന വേറൊരു ഹദീസ്, മൻ സ്വല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ആരെങ്കിലും ഇശാ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ രാത്രിയുടെ പകുതി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുകയാണ്. ഒമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല. ആരെങ്കിലും ഇശാ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ രാത്രിയുടെ പകുതി മുഴുവനും നിസ്കരിച്ച കൂലിയും, അതുപോലെ തന്നെ സുബ്ഹി ജമാഅത്തിലായി നിസ്കരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലിയും ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നാം ഒരുപാട് അംഗങ്ങളുള്ളവരാണ്. ജമാഅത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇമാമും ഒരു മഅ്മൂമുമാണ്. നമ്മുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉണ്ടാകുമ്പോൾ, ഭാര്യയും ഭർത്താവും ഉണ്ടാകുമ്പോൾ, ഉമ്മയും മക്കളും ഉണ്ടാകുമ്പോൾ നമ്മൾ വ്യത്യസ്ത റൂമുകളിൽ നിസ്കരിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ നമ്മൾക്ക് ജമാഅത്ത് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ജമാഅത്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അതിനു പുറമെ രാത്രി സുഖമായി കിടന്നുറങ്ങിയിട്ട് മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലിയും കൂടി ജമാഅത്തിലായി നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരത്തിൽ ജമാഅത്തായി നാം നിർവഹിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമ്പൂർണമായ സംരക്ഷണം ആ ദിവസം മുഴുവനും നമ്മളിലേക്ക് നൽകുന്നു. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തേക്കാൾ നമ്മൾക്ക് വേറെന്താണ് ആവശ്യമുള്ളത്? അപകടങ്ങൾ പെരുകി വരുന്ന ഈ കാലത്ത് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുകയും ഉപരിയായി പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടായി മാറ്റാനും നമ്മൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ നമുക്ക് വലിയ ഒരു പ്രതിഫലമുള്ള അമലാക്കി നമ്മുടെ നിസ്കാരങ്ങളെ മാറ്റാൻ കഴിയും. പ്രത്യേകിച്ചും സഹോദരിമാർ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വീടുകളിൽ നമ്മൾ ഒരു വീട്ടിൽ ഒന്നിലധികം മെമ്പർമാരുള്ള വീടുകളിൽ വേറെ വേറെ റൂമുകളിൽ നിസ്കരിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ഏതായാലും നമുക്ക് വീട്ടിൽ നിസ്കരിക്കണം. രണ്ടാളുണ്ടെങ്കിൽ രണ്ടാൾക്കും ഫർദ് ഐനാണ് നിസ്കാരം. നമ്മൾ വേറെ റൂമിൽ വേറെ മുസല്ലയിലൊക്കെ ഏതായാലും നിസ്കരിക്കുന്നുണ്ട്. അതിനെല്ലാം ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജമാഅത്തായി ആ നിസ്കാരത്തെ ക്രമീകരിച്ചാൽ രണ്ടാൾക്കും 27 പ്രാവശ്യം നിസ്കരിച്ച കൂലി ഒറ്റ നിസ്കാരത്തിലൂടെ കിട്ടുകയാണ്. അതിനു പുറമെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലും
അതുപോലെ തന്നെ രാത്രികൾ മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയും. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിലപ്പുറം ഒരുപാട് നിഅമത്തുകൾ നമുക്ക് അള്ളാഹു നൽകാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴക്കെടുതിയിൽ നിന്നും കാലക്കേടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചിട്ടും നിസ്കാരത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ മോശത്തരങ്ങളിൽ നിന്നൊക്കെ തടയുന്ന ഒരു പ്രത്യേകമായ ഇബാദത്താണ്. നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരം പരമാവധി നമ്മൾ ഖളാ ആക്കാതെ ജീവിതത്തിൽ പകർത്തുവാനും അതിലുപരിയായി നിസ്കാരത്തെ ജമാഅത്തായി നിസ്കരിക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇക്കാലം അത്രയും നാം നിസ്കരിച്ച നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരലോകത്തെത്തുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ഉപകരിക്കുന്ന ഒരു അമലായി നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു കാണിച്ചു തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ഭക്തിയോടുകൂടെ ആഫിയത്തോടുകൂടെ തന്നെ മരിക്കുന്ന കാലത്തോളം മരിക്കുവോളം നിന്നുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കാൻ ജമാഅത്തായി എല്ലാ ഫർദ് നിസ്കാരങ്ങളും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മയും അവരെയും സ്വർഗീയ ഭവനത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വീട് ജപ്തി ചെയ്തവർ, അതുപോലെ തന്നെ കടക്കണിയിൽ കുടുങ്ങിയവർ, അതുപോലെ തന്നെ മറ്റു ചെതിയിൽ അകപ്പെട്ടവർ, അങ്ങനെ പലരും ഫോണിലും കമൻറ്റിലൂടെയും മറ്റൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരുമാറാകട്ടെ. വീട് ജപ്തി ചെയ്തവർ അള്ളാഹു അവരിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് ഹൈറായ രീതിയിൽ അതിനെ തിരിച്ചു നൽകി അതിന് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കടക്കണിയിൽ കുടുങ്ങിയിട്ട് പ്രയാസപ്പെടുന്ന സുഹൃത്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടം എത്രയും പെട്ടെന്ന് വീട്ടിക്കൊടുക്കുമാറാകട്ടെ. വിദേശത്ത് പോയി ജോലിയില്ലാതെ കുടുങ്ങിപ്പോയവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹൈറായ ജോലികൾ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.